ജൂൺ 24, 2025. വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ അൺബിലീവബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസമാണ് അന്ന്. യെസ്, വാവയുടെ ബർത്ത്ഡേ. അപ്പോൾ ഗൈസ്, എൻ്റെ ഗാലറിയിൽ കംപ്ലീറ്റ്ലി ഇതെല്ലാം മിക്സ് ചെയ്ത് കുറേ ഫയൽസ് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടി എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ആ ഒരു കൊല്ലത്തെ ആ ഒരു ജേർണി അതൊന്ന് ഷെയർ ചെയ്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ കംപ്ലീറ്റ്ലി വന്നത്. കാരണം 8 മാസം ആയപ്പോഴാണ് മോൾക്കൊരു ന്യൂമോണിയ വന്ന്, അങ്ങനെ അവളെ കാരിത്താസിൽ കൊണ്ടുപോയി എനിക്ക് ഒരു വയ്യാഴിക തോന്നി. ജസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പം ഓക്കെ, സെക്കൻഡ് പ്രഗ്നൻസിയാണ്. പക്ഷെ ആ ടൈമിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു, എന്ത് ചെയ്യും, എന്താകും, മുന്നോട്ട് എന്താകും. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പില്ലറാണ്. കാരണം ആളുള്ളത് കൊണ്ട് ഒരു സ്ട്രെസ് ആയിക്കോട്ടെ, ഒരു ഡിപ്രഷൻ വരുന്ന ആ ഒരു ഡിപ്രഷനിലേക്ക് സ്റ്റേജസൊക്കെ കടന്നു പോയ ഒരാളാണ് ഞാൻ. ആ ടൈമിലൊക്കെ എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിലൊരു സന്തോഷമായിരുന്നു. കാരണം നമുക്ക് പലർക്കും ഞാൻ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറീസൊക്കെ കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടൊന്നും അധികം ഇല്ലാത്ത ഒരുപാട് പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഐ എം സോ ലക്കി. മുന്നോട്ട് പോകാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ ഒരു മെൻ്റൽ സ്ട്രെങ്തും എല്ലാം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് വാവ ഉണ്ടായ ടൈമിൽ ഇസമോൾ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ള അടുത്ത ഒരു ഇതുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതും ഭയങ്കര രീതിയിൽ ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വീട്ടിൽ വിളിക്കുന്ന ഡുണ്ടു, അങ്ങനത്തെ ഒരു പേര്. പക്ഷെ അവൾ ആ ഒരു പേരിലല്ലാണ്ട് അവളെപ്പോഴും വാവ വാവ വാവ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വിളിച്ചു തുടങ്ങി വാവ. അങ്ങനെ അവളിപ്പം വാവ എന്ന് വിളിച്ചാൽ മാത്രമേ അവളിപ്പോൾ കേൾക്കുള്ളൂ. കാരണം അത്രയ്ക്കും ഇഷ്ടമാണ് വാവയെ. പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു ബോണ്ട് ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോഴും എല്ലാം അവളെ കാണണം. അങ്ങനെ അപ്പം നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണത്. അപ്പോൾ ഇവളുണ്ടായി കഴിഞ്ഞ ടൈമിൽ എനിക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം ജേർണി ഭയങ്കര ഹാർഡായിരുന്നു. കാരണം 3 months ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ UAE പോയി. പിന്നെ ഞാൻ കാരിത്താസ് മാതയിലായിരുന്നു എൻ്റെ ഡെലിവറി. എൻ്റെ ഗൈനക്കോളജിസ്റ്റ് അനീസമ്മ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അനീസ മാമിനെ. എൻ്റെ ഡെലിവറി ടൈമിലാണെങ്കിൽ പോലും അത്രയും പെയിൻ എടുത്ത് ഞാനൊക്കെ അറിയുന്ന ടൈമിൽ അനീസ മാമിൻ്റെ ആ മുഖം കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പെയിൻ എല്ലാം പോയി. കാരണം എനിക്ക് ഒരാൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരുന്ന ഒരു ടൈമായിരുന്നു. ഡെലിവറി ടൈമിൽ എനിക്ക് അത്രയ്ക്കും പെയിനായിട്ട് എനിക്ക് വാവയെ കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വാവയെ ഞാൻ കാണുന്നതിലും എൻ്റെ ഇസമോൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയത്. അതിനുശേഷം പിന്നെ പോസ്റ്റ്മോർട്ടം ജേർണി കുറച്ച് ഡിപ്രഷനും കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മാക്സിമം ഇസമോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതെനിക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായിരുന്നു. അതിനുശേഷം 3 months ആയപ്പോൾ UAE വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ജേർണിയാണ് സത്യം പറഞ്ഞാൽ ഒരു മദർഹുഡ് എന്താണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയ ആ ഒരു ജേർണി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നോ ഗ്രാൻഡ് പേരൻസ്, നോ ഹെൽപ്പ്. അവൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുന്ന ആ സമയത്തുണ്ടല്ലോ, കാരണം 3 months എന്ന് പറയുമ്പോൾ ചുറ്റിനും ആൾക്കാരുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേരൻസ് തൊട്ട് എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രെസ്സും അതൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ മദർഹുഡ് എന്ന് പറയുന്നത് കൈകളിലേക്ക് സ്വന്തമായിട്ട് അങ്ങ് കിട്ടുമല്ലോ.
അപ്പോഴാണ് ആ മദർഹുഡ് ജേർണി എന്താണ് നമ്മൾ റിയലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്ന സമയത്ത് ഒരു പൂച്ചക്കുട്ടിയുടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വലുപ്പത്തിൽ കുഞ്ഞു ആവയായിട്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഇപ്പോഴും അതൊന്നും ഇന്നലെ അവൾ ജനിച്ചതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും ഒരു മൈൽ സ്റ്റോൺസ് കവർ ചെയ്തത് എൻ്റെ കൺമുന്നിൽ വേറെ ആരും ഒരു ഹെൽപ്പിനും ഇല്ലാണ്ട് അവളെ തന്നെ ഞാൻ കമഴ്ത്തി മുട്ടിൽ എഴയാൻ പഠിപ്പിച്ചു, പെട്ടെന്ന് നടത്തിച്ചു, നല്ല രീതിയിൽ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ്ലി എത്രയും വേഗം കവർ ചെയ്യിച്ചു. പിന്നെ അതൊക്കെ ആ ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അവൾ ഇസമോളെക്കാളും കുറച്ചുകൂടി വാവ മൈൽ സ്റ്റോൺസ് പെട്ടെന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പനി വന്നതായിക്കോട്ടെ എല്ലാം തന്നെ ഞാൻ സ്വയമായി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ സത്യം പറഞ്ഞ ഒരു പ്രൗഡാട്ടോ തോന്നുന്നത്. കാരണം ഇസയുടെ ടൈമിൽ എൻ്റെ പപ്പ, അമ്മ, അനിയത്തിയൊക്കെ ഭയങ്കര രീതിയിലാണ് സപ്പോർട്ട് ചെയ്ത് അവളെ നന്നായി നോക്കിയത്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ആ ഒരു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ അത്രത്തോളം നോക്കാനുള്ളത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. അമ്മയായിരുന്നു കംപ്ലീറ്റ്ലി എല്ലാം കാര്യങ്ങളും, അവൾക്കൊരു പനി വന്നാലും നന്നായി നോക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ കൈകളിലേക്ക് അടുത്തയാൾ സ്വന്തമായിട്ട് വന്നു കഴിഞ്ഞപ്പം എന്താണ് എല്ലാം ഒരു ഓർമ്മയിലായിരുന്നു. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്താം, അങ്ങനെ പോയി കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പം എനിക്ക് നോക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ ആയി. അത് ഭയങ്കരമാണ്. പിന്നെ ഇച്ചായൻ്റെ കാര്യം, ഇച്ചാനാണെങ്കിൽ പോലും ഇസയുടെ മൈൽ സ്റ്റോൺസ്, ഇസയുടെ ആ ഒരു ജേർണിയിലൊന്നും ഇച്ചാൻ അധികം ഉണ്ടായിരുന്നില്ല. ആള് ദുബായിലായതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഞ്ഞുവാവയുടെ വന്നപ്പം കറക്റ്റ് ഇച്ചാനുണ്ട്. അപ്പോൾ ഇച്ചാനും അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി കുറച്ച്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് എന്താണെന്ന് അറിയാമോ? ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത 2 വാവകളാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് രാത്രിയിലൊന്നും ഉറക്കമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാർ കൊണ്ട് നടക്കുന്നതൊക്കെ. അതിലൊക്കെ ഞാൻ ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവയെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും പിള്ളേർ പോകുന്നത് മുന്നോട്ട്. അപ്പോൾ ആ ഒരു ഈ സ്റ്റേജസ് എല്ലാം എനിക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു ചിരി കണ്ടു കഴിയുമ്പം എല്ലാം തന്നെ മാറും. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ചിരി, ഒരു മുഖത്തെ ആ ഒരു പുഞ്ചിരി കണ്ടാൽ മതി, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ടും കേട്ടോ. ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതെല്ലാം ഒരു മദർഹുഡ് ജേർണി എന്ന് പറയുന്നത്. ഈ ഒരു കൊല്ലം നാളെയാണ് വാവയുടെ 0 to 365 days. അതൊരു വല്ലാത്തൊരു ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇന്നലെ അവൾ ഞങ്ങളിലേക്ക് വന്നതുപോലെയാണ് തോന്നുന്നത്. മാസങ്ങളും വർഷവും എല്ലാം പെട്ടെന്നങ്ങ് കടന്നുപോയി. പൂവിതളിൽ വീണ തൂമഞ്ഞുതുള്ളി നീ പുണ്യമേഴും വൈഡൂര്യമായി മൺചെറാതിൽ പൊന്നാളമായി. പൂവിതളിൽ വീണ തൂമഞ്ഞുതുള്ളി നീ പുണ്യമേഴും വൈഡൂര്യമായി മൺചെറാതിൽ പൊന്നാളമായി. പീലികൾ നീർത്തും ആകാശമയിലിൻ കാലൊച്ച വീണ്ടും കേൾക്കുന്നു. കാലം കൈനീട്ടി നിൽക്കുന്നു. എന്നും കണി കാണാൻ ഒരു പൊന്നുഷസല്ലോ നീ. 7-ാം നാള് ആയില്യം നാള് ഊഞ്ഞാലാടാൻ താമര നൂല് പൂവീണം മുന്നാഴി ആറാടാൻ പാലാഴി. 7-ാം നാള് ആയില്യം നാള് ഊഞ്ഞാലാടാൻ താമര നൂല്.
തോരാമഴയിൽ വന്നോരോ മനത്തുമ്പി നീയേഴകിൻ വാത്സല്യമായി കൈയൊതുങ്ങും പൂക്കാലമായി. നാളെയാണ് ബർത്ത്ഡേ. എല്ലാവരുടെ ബ്ലെസ്സിങ്സ് എൻ്റെ വാവയ്ക്ക് ഉണ്ടാവണം. അപ്പോൾ നാളത്തെ സെലിബ്രേഷൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ ബൈ.